സൂര്യയുടെ പുതിയ പടം കങ്കുവ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടെ ഭയങ്കര എക്സ്പെക്റ്റേഷനോടെ കാത്തിരിക്കുന്ന സിനിമയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ട്രെയിലർ വന്നിട്ടുണ്ട്, നമുക്ക് ട്രെയിലറിലേക്ക് പോവാം. ശരിക്കും സൂര്യ ഫാൻസും എല്ലാവരും ഭയങ്കര എക്സ്പെക്റ്റേഷനോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണത്. യൂസ് ഹെഡ്ഫോൺസ് ഫോർ കില്ലർ എക്സ്പീരിയൻസ്. ഒരു ഫസ്റ്റ് ടൈമിൻ്റെ സംഭവം മിസ് ചെയ്യരുതല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ ഹെഡ്ഫോൺ വെച്ച് കാണും. ஓ விஷுவல் கொள்ளலாம் கேட்டோ. நம்ம வாழும் இந்த தீவுக்குள்ள எத்தனையோ மர்மங்க கொட்டி கிடக்குது. அது எல்லாத்தையும் விட புரியாத மர்மம். வேற விஷுவல்ஸ் எல்லாம் ഞാൻ ഒന്നോടെ ഒന്ന് കുറച്ചൊന്ന് പുറകോട്ട് നോക്കട്ടെ. ഈ ഭയങ്കര അപാര വിഷ്വല്. நம்ம வாழும் இந்த தீவுக்குள்ள எத்தனையோ மர்மங்க கொட்டி கிடக்குது. அது எல்லாத்தையும் விட புரியாத மர்மம். ഏജ് ഓഫ് എംപയർ ഒക്കെ കളിച്ചപ്പോ ഇതെന്താ കാലത്ത് നടക്കുന്ന കഥ. ഒമ്മ பத்தென்ற சொட்டு சொட்டுறதுக்குள்ள கங்கு அங்க வரணும். വേറെ ലെവൽ. ഗൂസ് ബംസ് കയ്യിലൊന്നും കാണിക്കാനില്ല, പക്ഷെ ഒന്നേ എന്ന പൊളിയായിരിക്കും. വേറെ ലെവലായിരിക്കും മോനെ. പ്രൈമൽ ആയിട്ട് ഓ എൻ്റെ അമ്മേ. എങ്ങനെ പറയണം. ഓഹോ, തല മാത്രമല്ലേ ഫുൾ മുതലേ വലിച്ചെറിഞ്ഞത്. അതൊക്കെ കൊടുക്കുന്ന ഒരു ബിൽഡപ്പ് ഉണ്ടല്ലോ. ഓ എന്നാ ലുക്ക് മച്ചാനെ, എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ജാതി ഐറ്റം നമ്മുടെ ഇപ്പം സിനിമയിൽ, ഇന്ത്യൻ സിനിമയിൽ ഇതുപോലെ കുറേ എപ്പിക് ഐറ്റംസ് വരുന്നുണ്ട്. ഇപ്പോൾ കൽക്കി വന്നിട്ട് ഭയങ്കര ഒരു അഭിപ്രായങ്ങളാണല്ലോ വന്നത്. പ്രത്യേകിച്ച് VFX കാര്യങ്ങളും ആ ഒരു വിഷ്വലും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സംഭവങ്ങളുണ്ട്. ഇതിൽ വരുമ്പോഴോ ട്രെയിലർ കണ്ടു കഴിയുമ്പോൾ തന്നെ ഉണ്ടല്ലോ, അതും പ്രൈമൽ ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടങ്ങാണ്ട് BC കാലഘട്ടത്തിൽ നടക്കുന്ന കഥയാണ് സംഭവം എന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം ആ ഒരു പഴയ ഹട്ട്, ആദിവാസികളുടെ ആ ഒരു ലൈഫ് സ്റ്റൈലിലുള്ള സംഭവങ്ങൾ, കുറേ കൊമ്പ്, അസ്ഥികൂടങ്ങൾ, അപ്പോൾ ആ ഒരു കാലഘട്ടത്തിന് സൂചിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഈ ഒരു ട്രെയിലറിൽ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഈവൻ ഏജ് ഓഫ് എംപയർ ഗെയിംസ് ഒക്കെ കളിച്ചിട്ടുള്ളവരാണെങ്കിൽ ശരിക്കും മനസ്സിലാവും. 90s കിഡ്സ് നിങ്ങൾക്ക് ശരിക്കും കത്തും. ആ ഒരു വിഷ്വലി ആ ഒരു റെപ്രസെൻറ്റേഷൻ അത് ഭയങ്കരമാണ്. അതുകൂടാതെ ബ്രിട്ടീഷുകാർ അവരുടെ ആ ഒരു കൊളനൈസേഷൻ നടക്കുന്ന ഒരു കാലഘട്ടം, അപ്പം അതെല്ലാം കാണിക്കാനായിട്ട് ഇവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വിഷ്വൽസാണ് ഹെവി, ഒന്നും പറയാനില്ല. VFX വർക്കൊക്കെ ചെയ്തിരിക്കുന്നത് എപ്പിക് ലെവൽ. അതെല്ലാം ഭയങ്കര അങ്ങ് റിയലിസ്റ്റിക് എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫീലുണ്ട്, ആ ഒരു എപ്പിക്നെസ് ഉണ്ട്. അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും നമുക്ക്. പിന്നെ സൂര്യയുടെ ആ ഒരു
ട്രെയിലറിൽ അവർ കൊടുക്കുന്ന ഒരു ബിൽഡപ്പ് നിങ്ങൾ നോക്കണം. ട്രെയിലറിൽ കൊടുത്തിട്ടുള്ള ബിൽഡപ്പ്, ദെൻ ആ ക്യാരക്ടറിനെ കാണിക്കുമ്പോൾ ഉള്ള ആ ഒരു ഇൻട്രോ സംഭവങ്ങൾ, കിളി പാറുന്ന സംഭവം. ഈ ഒരു ട്രെയിലർ തന്നെ കണ്ടിട്ട് നമുക്കൊരു ഗൂസ് ബമ്പ് സംഭവങ്ങൾ വരുന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ കാണുന്നവരുടെ ഫീല് ഒരു രക്ഷയില്ല. അടിപൊളി ഒരു ട്രെയിലർ, എക്സ്പെക്റ്റേഷനെ ഓവർകം ചെയ്ത ഒരു ട്രെയിലർ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ആ ഒരു ട്രൈബൽ തീമാണ്. ആ ഒരു ട്രൈബൽ തീം ഇതിൽ ഇവർ കൊണ്ടുവന്നിരിക്കുന്നത് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഒരു എപ്പിക്നെസ് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഉള്ള നമ്മുടെ മോഡേൺ സംഭവങ്ങൾ, അതിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന നായകൻ, അതിൽ നിന്നൊക്കെ മാറിയിട്ടൊരു ട്രൈബൽ സംഭവം ആ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് വരുമ്പോൾ അതൊരു വേറെ ലെവൽ സംഭവം തന്നെയാണ്. ഏതായാലും നമ്മുടെ നാട്ടിൽ ഇത്തരത്തിൽ സിനിമകൾ, എപ്പിക് ലെവലിലുള്ള സിനിമകൾ വരുന്നു എന്നുള്ളത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആൻഡ് സൂര്യ എപ്പോഴും വരുമ്പോൾ നിരാശപ്പെടുത്താതെ എനിക്ക് എപ്പോഴും ഇഷ്ടമാണ്. സൂര്യയുടെ 24 എനിക്ക് തോന്നുന്നു കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് സിനിമകളിലൊന്നാണ് 24. അതേപോലെ സൂര്യ കൊണ്ടുവരുന്ന കുറേ സിനിമകളുണ്ട്, നല്ല ഹെവി പടങ്ങളാണ്. ഐ എം എ ബിഗ് ഫാൻ ഓഫ് ഹിം. അതുകൊണ്ട് തന്നെ ഇത് ഞാൻ പറയുന്നു, ഇത് അതുക്കും മേലെ കയറി പോകുന്നൊരു സംഭവമായിരിക്കും. ഇനി ഞാൻ ഹെഡ്സെറ്റ് വെച്ചിട്ട് അതിൻ്റെ ആ ഒരു എപ്പിക്നെസ്സിലൊന്ന് കണ്ട് എൻജോയ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് എന്താണ് ട്രെയിലറിനെ കുറിച്ചുള്ള അഭിപ്രായം എന്നുള്ളത് കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.